ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചക്കക്കുരു കൊണ്ട് നല്ലൊരു ലഡുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ചക്കക്കുരുവിൻ്റെ ഒക്കെ ഈ പുറത്തെ ഈ വെളുത്ത തോട് കളഞ്ഞിട്ട് നമ്മൾ ബ്രൗൺ കളറുള്ള തോണിൽ കളയേണ്ട ആവശ്യമില്ല. അതുപോലെ നല്ലതുപോലെ ഈ വെളുത്ത തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ചെറിയതായിട്ട് ഇങ്ങനെ നീളത്തി അരിഞ്ഞാണ് എടുക്കേണ്ടത്. അപ്പോഴായിരിക്കും നമ്മളിത് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ പച്ചയായിട്ടില്ലേ ഇരിക്കുന്നത്. നമ്മളിത് വറുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒടിക്കുമ്പം പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു വരണം. ആ കണക്കിലാകുമ്പോഴായിരിക്കും ഇത് നല്ല ഫ്രൈ ആയി കിട്ടുന്നത്. നമുക്ക് ആദ്യം തന്നെ നല്ലതുപോലെ വെളുത്ത തൊലി കളഞ്ഞിട്ട് നല്ല നീളത്തിൽ കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കണം. പിന്നെ നമ്മളൊരു ചീനച്ചട്ടിയിലോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് സ്ലോ ഫ്ലെയിമിൽ തന്നെ നല്ലതുപോലെ ഇളക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ലഡുവാണ്. നമുക്കിത് നല്ലപോലെ സ്ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുണ്ടോ, നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കുന്ന സൗണ്ട് കേൾക്കുമ്പം തന്നെ അറിയാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിത് ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ട് ഇത്തിരി തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ഒരു സ്ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇളക്കിയത്. ഒരു 25 മിനിറ്റ് എടുത്തു. വലിയ ചക്കക്കുരു വരുന്നതുകൊണ്ട് അപ്പം നമ്മളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ സ്ലോ ഫ്ലെയിമിൽ നല്ലൊരു റോസ്റ്റ് ചെയ്തുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ചക്കക്കുരു ഉണ്ട്. ഇതിൻ്റെ കൂടത്തിലൊരു 4 ഏലക്ക നമ്മളിത് പൊളിച്ചിട്ട് അതുകൊണ്ട് ഇതിൻ്റെ കൂടത്തിലോട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരു 200 ഗ്രാം ചക്കക്കുരു ഉണ്ടായിരുന്നു. നമുക്കൊരു 4 ഏലക്ക അങ്ങിട്ട് കൊടുക്കാം. അപ്പം ലഡുവിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചക്കക്കുരു ഒന്ന് തണുത്ത് വരുന്ന സമയത്തിന് നമ്മൾ ഒരു വലിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ, ചെറിയ തേങ്ങ ആണെങ്കിൽ മുഴുവനും ഇട്ടാലും കുഴപ്പമില്ലായിരിക്കും. വലിയ തേങ്ങമുറി ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം കറുത്ത ശർക്കരയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ലഡുവിന് നല്ലൊരു കളർ ഉണ്ടാക്കിയിട്ടും ഞാൻ ഒരു 1.5 ശർക്കരയുടെ ഉണ്ട നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചീകി എടുക്കുകയാണ്. പിന്നെ നമ്മൾ മിക്സിയിൽ അങ്ങ് പൊടിക്കുകയാണ്. ചക്കക്കുരു ഒന്ന് ഒരുപാട് തണുത്ത് പോകാതെ ചെറിയ ചൂടോടുകൂടി വേണം പൊടിച്ചെടുക്കാൻ. വളരെ കുറച്ചൊരു ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ലഡുവാണ്. നമുക്ക് തണുത്തിട്ട് ഇത് ശർക്കരയും ചക്കക്കുരു ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ചക്കക്കുരു ഇതുകൊണ്ട് നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട്. ചെറിയ തരിയോടുകൂടി തന്നെ വേണം. ലഡു അല്ലേ ഉണ്ടാക്കുന്നത്. ഒരുപാട് പൊടിയായി പൗഡറായി പോവാതെ ഇതുണ്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്തിന് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, ഒരു വലിയ മുറി തേങ്ങ ഉണ്ട്, അതും കൂടി ഇടാം. പിന്നെ ശർക്കര നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. കുറച്ചൊന്നും ഇങ്ങനെ മെൽറ്റായി പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ചീകിയിട്ടാലും മതിയാവും. നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റായി പോയാലും കുഴപ്പമില്ല. നമുക്ക് ഈ ശർക്കരയും തേങ്ങയും ചക്കക്കുരു പൊടിച്ചതും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കാം. നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉരുളയായിട്ട് നമുക്ക് ലഡു ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഒട്ടും വെള്ളമയം ചേരല്ല. ഇത് ഒരു ദിവസം ഇരിക്കുള്ളൂ. നമ്മൾ തേങ്ങയൊക്കെ വറക്കാതെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചായക്കൊക്കെ 4 മണിക്ക് കഴിക്കാൻ വളരെ പറ്റിയ ഒരു ലഡുവാണ്. നമുക്കിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയ ലഡു നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ചായക്കൊക്കെ കൂടത്തിൽ കഴിക്കാനാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ 1-2 ഒക്കെ ഒന്നിച്ച് കഴിക്കാവുള്ളൂ. ചക്കക്കുരു അല്ല, ചിലർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം.